2020 ശേഷം നടന്ന PSC പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റീസെന്റ് ഒരു 2023-24 വരികയാണെങ്കിൽ ഉപരാഷ്ട്രപതിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും PSC ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ കമ്മ്യൂണിറ്റി ബോർഡ് LGSന്റെ ക്യാപ്സ്യൂൾ സെഷനിലൂടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് LGSന് മാത്രമല്ല 10th 12th ഡിഗ്രി ലെവൽ എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള പരീക്ഷകളിലും ഉപകരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഒരു ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? നിങ്ങൾ പറയോ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഇതൊക്കെ നമ്മളിങ്ങനെ പഠിക്കേണ്ട കാര്യമുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ചില ഓപ്ഷൻസ് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഇട്ട് തരും. അവസാനം നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇത് കാണുമ്പോൾ നമുക്ക് എന്തായാലും കറക്കി കുത്തിയാലും ഉത്തരം ശരിയാകും. പക്ഷേ ആദ്യത്തെ പ്രസിഡന്റിന്റെ പേരും കൂടെ ഒക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അയ്യോ അത് പ്രസിഡന്റ് ആണോ, വൈസ് പ്രസിഡന്റ് ആണോ, പ്രധാനമന്ത്രി ആണോ എന്നുള്ള സംശയങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഉപരാഷ്ട്രപതിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം നമുക്കറിയാം. അത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യ ഉപരാഷ്ട്രപതി ആരാണ്? ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. നോക്കൂ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണന്റെ പേര് പറയരുത്. അതാരാണ്? KR നാരായണനാണ്. ആരാണ്? KR നാരായണനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി. ആദ്യത്തെ മലയാളി ആരായത്? ഉപരാഷ്ട്രപതിയായത് കേട്ടോ. ഉപരാഷ്ട്രപതിയായ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ KR നാരായണനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, ഇനി രാഷ്ട്രപതി ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഏക വ്യക്തി. ശ്രദ്ധിക്കണം, ഉപരാഷ്ട്രപതിയായ ചുമതല വഹിച്ച ശേഷം രാഷ്ട്രപതിയായ വ്യക്തി നമ്മൾ VV ഗിരി എന്ന് പഠിക്കാറുണ്ട്. എന്നാൽ ചോദ്യം ഇവിടെ അതല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യം രാഷ്ട്രപതിയായി പിന്നെ ഉപരാഷ്ട്രപതിയായ വ്യക്തി ആരെന്നാണ് ചോദ്യം. മനസ്സിലായോ? രാഷ്ട്രപതി ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ജസ്റ്റിസ് M ഹിദായത്തുള്ളയാണ്. ഓക്കെ, ജസ്റ്റിസ് M ഹിദായത്തുള്ളയാണ്. ഓക്കെ, അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, രാഷ്ട്രപതി ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ജസ്റ്റിസ് M ഹിദായത്തുള്ള. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആരാണ്? നമുക്കറിയാം, പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു വേക്കൻസി വരികയാണെങ്കിൽ ആ സ്ഥാനം വഹിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? വൈസ് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തും എന്ത് ചെയ്യുന്നു? പ്രസിഡന്റിന്റെ സ്ഥാനത്തും വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തും ഒരു വേക്കൻസി വരികയാണെങ്കിൽ അവിടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ഈ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് M ഹിദായത്തുള്ള ഇരിക്കുന്ന സമയത്താണ് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഒരു വേക്കൻസി വന്നത്. അതായത് VV ഗിരി ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നത്. ആ സമയത്ത് VV ഗിരി എന്ത് ചെയ്യുന്നു? വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു വേക്കൻസി വരുമ്പോൾ ആ സ്ഥാനത്തേക്ക് മത്സരിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാ വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനത്തും പ്രസിഡന്റിന്റെ സ്ഥാനത്തും എന്ത് വന്നു? വേക്കൻസി വന്നു. സോ അദ്ദേഹം ആരാകുന്നു? ആക്ടിംഗ് പ്രസിഡന്റ് ആകുന്നു. അങ്ങനെയാണ് M ഹിദായത്തുള്ള ഈ 3 സ്ഥാനവും വഹിച്ചു എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നോക്കൂ, ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഹമീദ് അൻസാരി ആണ് കേട്ടോ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് കുറെ രേഖകളിൽ പറയുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഓൾമോസ്റ്റ് 10 വർഷമാണ് ഈ സ്ഥാനത്ത് ഇരുന്നത്. പക്ഷെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെക്കാളും ഒരു ദിവസം കൂടുതലാണ്. ഓക്കെ, ലീപ് ഇയർ. ഓക്കെ, 10 വർഷം പ്ലസ് ഒന്നും കൂടെ ആര് വരുന്നുണ്ട്? ഒരു ദിവസത്തെ കൂടുതൽ ആര് വരുന്നുണ്ട്? മുഹമ്മദ് ഹമീദ് അൻസാരി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഹമീദ് അൻസാരിയാണ് ആൻസർ ആയിട്ട് പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ഹമീദ് അൻസാരിയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനെക്കാളും ഒരു ദിവസം കൂടുതലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഏറ്റവും കുറച്ചു കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരായിരുന്നു? ഏറ്റവും കുറച്ചു കാലം ആ സ്ഥാനം രാജിവെച്ചിട്ട് പ്രസിഡന്റ് ആവാൻ പോയില്ലേ? ആരാണ്? VV ഗിരിയാണ് അല്ലെ. ഏറ്റവും കുറച്ചു കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്നത് വ്യക്തി ആരാണ്? VV ഗിരിയാണ്. അപ്പോൾ ചോദ്യങ്ങളൊന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ.
തുടങ്ങിയത് ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ആദ്യ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി KR നാരായണൻ. ഈ ഉപരാഷ്ട്രപതി ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായി വന്ന വ്യക്തി ആരാണ്? ജസ്റ്റിസ് M ഹിദായത്തുള്ള. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ 3 സ്ഥാനങ്ങളും വഹിച്ച ഏക വ്യക്തി അതും ജസ്റ്റിസ് M ഹിദായത്തുള്ളയാണ്. ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതി ആയിരുന്നത് അത് അൻസാരിയാണ്, മുഹമ്മദ് ഹമീദ് അൻസാരിയാണ്. ഏറ്റവും കുറച്ചു കാലം വൈസ് പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? അത് VV ഗിരിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതി. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ഉപരാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? മത്സരിക്കാൻ പോകുന്നു, പക്ഷെ പരാജയപ്പെടുന്നു. ആരാണ്? ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ആണ്. ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ആയിട്ട് പറയുന്നതും ആരെ തന്നെയാണ്? ഭൈരോൺ സിംഗ് ഷെഖാവത്തിനെയാണ്. ഈ പേരുകൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരും, പക്ഷെ നമ്മൾ സമയമെടുത്ത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആ 2 കാര്യങ്ങൾ ഭൈരോൺ സിംഗ് ഷെഖാവത്തുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതി ചോദിച്ചാലും ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി ചോദിച്ചാലും ആരാണ്? ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ആണ്. നോക്കൂ, ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി, ഏറ്റവും പ്രായം കുറഞ്ഞത്, പ്രായം കൂടിയത് ഭൈരോൺ സിംഗ് ഷെഖാവത്ത് ആണെങ്കിൽ പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ആയിട്ടുണ്ടായിരുന്നത് ആരാണ്? BD ജെട്ടിയാണ്. ആരാണ്? BD ജെട്ടിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി. മനസ്സിലായോ? പ്രായം കൂടിയത് ആരായിരുന്നു? ഭൈരോൺ സിംഗ് ഷെഖാവത്ത്. പ്രായം കുറഞ്ഞത് ആരായിരുന്നു? BD ജെട്ടിയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി, ആ ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്തരിച്ചത് ആരാണ്? അത് കിഷൻ കാന്ത് ആണ് കേട്ടോ. കിഷൻ കാന്ത് ആണ് ഉപരാഷ്ട്രപതി പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി കിഷൻ കാന്ത് ആണ്. ഇനി ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്നത് ആരായിരുന്നു? ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് BD ജെട്ടിയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത്. ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഒരു വേക്കൻസി വരുമ്പോൾ വൈസ് പ്രസിഡന്റ് ആ സ്ഥാനം വഹിക്കുന്നു. അപ്പോൾ വൈസ് പ്രസിഡന്റ് ആ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് അറിയപ്പെടുന്നതാണ് ആക്ടിംഗ് പ്രസിഡന്റ്. ഓക്കെ, ഇനി ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടിരുന്നത് M ഹിദായത്തുള്ളയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് ആരായിരുന്നു? BT ജെട്ടി ആണെങ്കിൽ ഏറ്റവും കുറച്ചു കാലം ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നത് M ഹിദായത്തുള്ളയാണ്. ഇത് തിരിഞ്ഞും മറിഞ്ഞും പോകാതെ കൺഫ്യൂഷൻ ആകാതെ പഠിക്കണം കേട്ടോ. ഓക്കെ, ഇനി തുടർച്ചയായി 2 തവണ ഉപരാഷ്ട്രപതിയായ വ്യക്തികൾ, 2 തവണ 2 പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? ഡോക്ടർ S രാധാകൃഷ്ണനും മുഹമ്മദ് ഹമീദ് അൻസാരിയും. ആരൊക്കെയാണ്? ഡോക്ടർ S രാധാകൃഷ്ണനും മുഹമ്മദ് ഹമീദ് അൻസാരിയും 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി എതിരില്ലാതെ 3 പേര് ഉപരാഷ്ട്രപതിമാരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എതിരില്ലാതെ ഉപരാഷ്ട്രപതിമാരായ വ്യക്തികൾ ആരെല്ലാം എന്ന് ചോദിച്ചാൽ അവിടെ ഓർത്തിരിക്കുക. ഡോക്ടർ S രാധാകൃഷ്ണൻ, ജസ്റ്റിസ് M ഹിദായത്തുള്ള, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. അതായത് അവർ ഉപരാഷ്ട്രപതിയായിട്ട് മത്സരിക്കുമ്പോൾ വേറെ ആരും എന്ത് ചെയ്തില്ല? ഓപ്പോസിറ്റ് മത്സരിച്ചില്ല. ഇവർ മാത്രമേ നോമിനേഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവരങ്ങനെ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. മറ്റൊരാള് ഇവർ മത്സരിക്കുമ്പോൾ മത്സരിക്കാൻ അവര് എന്ത് ചെയ്തു? ഭയപ്പെട്ടു എന്ന് ചുമ്മാ ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഡോക്ടർ S രാധാകൃഷ്ണൻ, ജസ്റ്റിസ് M ഹിദായത്തുള്ള, ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയ്ക്ക് എതിരായിട്ട് ആരും മത്സരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിമാര് ചോദിച്ചാൽ എന്താ ഉത്തരം പറയേണ്ടത്? ഡോക്ടർ S രാധാകൃഷ്ണനും ഹിദായത്തുള്ളയും ശങ്കർ ദയാൽ ശർമ്മയുമാണ്. ഇനി മക്കളെ അടുത്തൊരു ചോദ്യം നമ്മൾ മുമ്പും കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. ഇപ്പൊ ഉപരാഷ്ട്രപതിമാരുടെ പേര് തന്നിട്ട് എന്ത് പറയുന്നു? ഇവരെ കറക്റ്റ് ഒരു ഓർഡറിലാക്കാൻ പറയുന്നു. അവർ വന്ന ആ ഒരു ഇതിനനുസരിച്ച് ഓർഡറിലാക്കാൻ പറയുന്നു. അപ്പൊ 10-15 പേരുടെ പേര് കാണാതെ പഠിച്ച് പറയുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോഡ് വെച്ച് പഠിക്കുമായിരുന്നു അല്ലേ? നമ്മളൊരു ഹിന്ദി പോയം പോലെ ഇരിക്കുന്ന, പദ്യം പോലെ ഇരിക്കുന്ന ഒരു 4 വരി അല്ലേ? എന്തൊക്കെയായിരുന്നു? രാധാ സക്കീർ ഗിരി ഗോപാൽ ബിട്ടി മൂഹി വെങ്കിട്ടെ ദയനരകാന്ത ഭൈറോണെ സാരി നായിഡു ധൻകറെ. ശ്രദ്ധിച്ചിരിക്കുക. രാധാ സക്കീർ ഗിരി ഗോപാൽ ബിട്ടി മൂഹി വെങ്കിട്ടെ ദയനരകാന്ത ഭൈറോണെ സാരി നായിഡു ധൻകറെ. ഓക്കെ, ഈ 4 വരി പദ്യം ജസ്റ്റ് നിങ്ങൾ വലിയ വലിയ പാട്ടുകളൊക്കെ പാടുന്നവരല്ലേ? ഓക്കെ, നാട്ടുകൂത്ത് പാട്ടൊക്കെ പാടുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെറുത്, സിമ്പിള്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചുമ്മാ പാടിക്കൊണ്ട് നടന്നാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നോളും. അപ്പൊ അതാ നോക്കൂ, രാധാ സക്കീർ ഗിരി ഗോപാൽ. ഓർഡറിൽ പറഞ്ഞേ. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ഡോക്ടർ S രാധാകൃഷ്ണൻ,
സക്കീർ എന്ന് പറഞ്ഞാൽ സക്കീർ ഹുസൈൻ, ഗിരി VV ഗിരി, ഗോപാൽ എന്ന് പറഞ്ഞാൽ ഗോപാൽ സ്വരൂപ് പഥക്. ഈ ഓർഡർ കിട്ടിയല്ലോ, രാധ, സക്കീർ, ഗിരി, ഗോപാൽ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സക്കീർ ഹുസൈൻ, VV ഗിരി, ഗോപാൽ സ്വരൂപ് പഥക്. ഓക്കെ, ഇനി രണ്ടാമത്തെ വരി ഒന്ന് പറഞ്ഞേ. രാധ, സക്കീർ, ഗിരി, ഗോപാൽ. ബിട്ടി, മൂഹി, വെങ്കിട്ടെ. ബിട്ടി എന്ന് പറഞ്ഞാൽ BD ജെട്ടി, മൂഹി മുഹമ്മദ്, ഹിദായത്തുള്ള M ഹിദായത്തുള്ള, വെങ്കിട്ടെ R വെങ്കിട്ടരാമൻ. ഓക്കെ, ബിട്ടി, മൂഹി, വെങ്കിട്ടെ. ഇനി ദയ, നര, കാന്ത, ഭൈറോണെ. ദയ ശങ്കർ ദയാൽ ശർമ്മ, നര ശ്രീ KR നാരായണൻ, കാന്ത ശ്രീ കൃഷ്ണൻകാന്ത്, ഭൈറോണെ ശ്രീ ഭൈറോൺ സിംഗ് ഷെഗാവത്ത്. സാരി, നായിഡു, ധൻഗറെ. സാരി M ഹമീദ് അൻസാരി, നായിഡു വെങ്കയ്യ നായിഡു, ധൻഗറെ ജഗദീപ് ധൻഗർ. ഓക്കെ, അപ്പം നിലവില് നമ്മുടെ രാധാകൃഷ്ണനെ കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ ചോദ്യം കാണുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ ഒന്ന് പറഞ്ഞേ. രാധ, സക്കീർ, ഗിരി, ഗോപാൽ. ആദ്യത്തെ വരിയിൽ ആരെങ്കിലും ഉണ്ടോ? ദാണ്ടേ ഗിരി ഉണ്ട്. ഓക്കെ, ഗിരി കിട്ടി. രാധ, സക്കീർ, ഗിരി, ഗോപാൽ. ബിട്ടി, മൂഹി, വെങ്കിട്ടെ. വെങ്കിട്ടെ കിട്ടി. ഇത് ഒന്നാണെങ്കിൽ ഇത് രണ്ട്. ഓക്കെ, ദയ, നര, കാന്ത, ഭൈറോണെ. സാരി നായിഡു, ധൻഗറെ. അല്ലെ, ഓർഡർ കിട്ടിയല്ലോ. ഗിരി, വെങ്കിട്ടരാമൻ, അൻസാരി, ധൻഗർ. ഓക്കെ, 1 2 4 3. 1 2 4 3. ഓക്കെ, ആൻസർ കിട്ടിയില്ലേ? സോ അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചാൽ ഇങ്ങനെയൊക്കെ ഗുണമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. സോ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഉപരാഷ്ട്രപതിമാർ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. വ്യക്തികൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഇത് നല്ലതുപോലെ പഠിക്കുക, നല്ലതുപോലെ റിവിഷൻ ചെയ്യുക. ഓക്കെ, റിവിഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പേരുകളൊക്കെ നമുക്ക് വീണ്ടും ഈ രാഷ്ട്രപതിമാരുടെയും പ്രധാനമന്ത്രിമാരുടെ കാര്യമൊക്കെ പഠിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യണം. ഓക്കെ, റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക്, നല്ലൊരു റാങ്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സോ റിവിഷൻ ചെയ്ത് പഠിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, താങ്ക് യു.